കുളിരാൽ വിറയ്ക്കുന്ന ഉണ്ണീശോയെ, നിന്നെ ഞാൻ മുത്തുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരരെ, വിശുദ്ധ അൽഫോൻസാമ്മ ജീവിച്ചിരുന്ന നാളുകളില് അൽഫോൻസാമ്മയുടെ മുറിയിൽ അൽഫോൻസാമ്മയോടൊപ്പം ഒരാഴ്ച ഉറങ്ങി ഒപ്പം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു 6 വയസ്സുകാരി പെൺകുട്ടിയുണ്ട്. കൂട്ടത്തിൽ താമസിച്ചത് മാത്രമല്ല, അൽഫോൻസാമ്മയുടെ വായിരുന്ന് മനോഹരമായ ഒരു സുഹൃതയും പഠിക്കാനും അവസരം കിട്ടി. ആ 6 വയസ്സുകാരി പെൺകുട്ടിക്ക് ഇന്ന് 90 വയസ്സാണ്. സിസിലി സെബാസ്റ്റ്യൻ വാഴചാരിക്കൽ. ഇതാണ് ആ 6 വയസ്സുകാരി പെൺകുട്ടി. ഇത് എൻ്റെ അമ്മച്ചിയാണ്. അമ്മച്ചി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അൽഫോൻസാമ്മ മരിക്കുന്നത് 1946-ലാണല്ലോ. അമ്മച്ചി ജനിക്കുന്നത് 1936-ലാണ്. അൽഫോൻസാമ്മ മരിക്കുമ്പോൾ അമ്മച്ചിക്ക് 10 വയസ്സാണ് പ്രായം. അമ്മച്ചിയുടെ സ്വന്തം വീട് ഭരണങ്ങാനമടുത്ത് അമ്പാറ ഭാഗത്തുള്ള കോറ്റാരപ്പള്ളിലും അമ്മച്ചിയുടെ അമ്മ വീട് ഭരണങ്ങാനത്തിന്റെ കിഴക്ക് വശത്തുള്ള ചൂണ്ടശ്ശേരിയില് ആലാനിക്കൽ മൂത്തേടത്തുമാണ്. അതുവഴിയായിട്ടാണ് അമ്മച്ചിക്ക് അൽഫോൻസാമ്മയുടെ മുറിയിൽ താമസിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. അമ്മച്ചി അൽഫോൻസാമ്മയുടെ മുറിയിൽ താമസിക്കാൻ അവസരം കിട്ടിയത് ആതുർബാന സ്വീകരണത്തിന്റെ ഒരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് അമ്മച്ചി പറയുന്നത്. എന്തുകൊണ്ടാണ് അന്ന് വീട്ടിൽ നിന്ന് വന്നു പോകാതെ മഠത്തില് താമസിക്കാൻ ഇട വന്നത്? നടന്നു പോകാൻ പറ്റിയല്ല, ദൂരം കൂടുതലാ. ചൂണ്ടശ്ശേരി നടന്നു പോകാൻ അന്ന് വഴി റോഡുണ്ടോ? റോഡുണ്ട്, കൂടെ ആരും കൊണ്ടുവന്ന് വിടാനൊന്നും ആരുമില്ല. അമ്മച്ചിയുടെ ഇച്ഛായന് അമ്മച്ചി കൊച്ചായിരിക്കുമ്പോൾ മരിച്ചതാണ്. അമ്മച്ചിക്ക് 2.5 വയസ്സുള്ള മരിച്ചതാണ്. അതുകൊണ്ട് പിന്നീട് അമ്മച്ചി വളർന്നത് അമ്മച്ചിയുടെ അമ്മ വീട്ടിലാണ്. അപ്പം അതുകൊണ്ട് അപ്പൻ കൂടെ ഇല്ലാത്തത് കൊണ്ട് അമ്മയാണ് വല്യമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പൊ അവിടുന്ന് കുർബാന സ്വീകരണത്തിന് കൊണ്ടുവന്ന് വിടാനായിട്ട് ആളില്ല. അതുകൊണ്ട് ഈ മഠത്തിൽ എങ്ങനെയാ അമ്മച്ചി കണക്ഷൻ വന്നത്? അത് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ആങ്ങളുടെ മകൾ സിസ്റ്റർ ഉണ്ട്, ത്രേസ്യാമ്മ. ചെറുശ്ശേരി പേരമ്മ എന്ന് അമ്മച്ചി പറയുന്ന ഒരു സിസ്റ്റർ ത്രേസ്യാമ്മ ചെറുശ്ശേരിയില്. അവര് ഈ ഭരണങ്ങാനം മഠത്തിൽ അൽഫോൻസാമ്മയുടെ ഒരു വളരെ അടുത്ത സുഹൃത്ത് സിസ്റ്റർ ആയിരുന്നു. അമ്മച്ചിയുടെ അപ്പൻ്റെ അമ്മയുടെ ആങ്ങളുടെ മകള്. അപ്പൊ അമ്മച്ചിയുടെ അപ്പൻ്റെ ഫസ്റ്റ് കസിനാണ്. അപ്പനേക്കാൾ മൂത്തയാളായതുകൊണ്ട് അമ്മച്ചിക്ക് അത് ചെറുശ്ശേരി പേരമ്മയായി. അപ്പൊ ആതുരാസ്വീകരണം വന്നപ്പോൾ അമ്മച്ചിയുടെ അപ്പൻ്റെ ഇളയ സഹോദരി തങ്കമ്മയുണ്ട്. ഇവർ രണ്ടുപേരും ഒരുമിച്ച്, വേറെ പിള്ളേരാരും ഇല്ല കുർബാന സ്വീകരിക്കാനായിട്ട്. അപ്പൊ അമ്മച്ചി മഠത്തിൽ താമസിക്കാനായിട്ട് ചെറുശ്ശേരി പേരമ്മ അമ്മച്ചിയെ അവസരം കൊടുത്തു. അപ്പം ഈ അൽഫോൻസാമ്മയുടെ മുറിയിൽ എങ്ങനെ കിടക്കാനിട വന്നത്? മഠത്തിൽ കിടക്കാൻ വന്നപ്പം അൽഫോൻസാമ്മയുടെ മുറിയിൽ ചെറുശ്ശേരി പേരമ്മ കിടന്നോണ്ട്. അപ്പൊ അന്ന് ഈ ചെറുശ്ശേരിയിൽ ത്രേസ്യാമ്മ സഹോദരി അൽഫോൻസാമ്മയുടെ മുറിയില് കൂട്ട് കിടന്നിരുന്നു. ആ മുറിയില് നേരത്തെ മറ്റു സിസ്റ്റർമാരും ഉണ്ടായിരുന്നു എന്നാണ് മഠത്തിനെ അന്വേഷിച്ച് പറയാൻ സാധിച്ചത്. അൽഫോൻസാമ്മയ്ക്ക് രോഗം ഒക്കെ മൂർച്ഛിച്ച അവസരത്തില് കൂട്ടിന് ഒരു സിസ്റ്റർ മറ്റോ കൂട്ടത്തിലുണ്ടായിരുന്നു. അൽഫോൻസാമ്മയുടെ ഇന്നത്തെ മുറി നമ്മൾ കയറി ചെല്ലുമ്പം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണല്ലോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1938 മുതൽ 1946 അൽഫോൻസാമ്മ മരിക്കുന്നവരെ താമസിച്ച മുറി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 8 വർഷം അൽഫോൻസാമ്മ അവസാനത്തെ വർഷം ചെലവഴിച്ച മുറിയാണിത്. ഈ മുറിയില് അമ്മച്ചിക്ക് ഓർമ്മയുണ്ടോ എവിടെയാണ് അമ്മച്ചി കടന്നത്, അല്ലെങ്കിൽ ത്രേസ്യാമ്മ സിസ്റ്റർ കടന്നതെന്നുള്ളത്? അപ്പൊ ഈ മുറിയിൽ അമ്മച്ചി കടന്നതിന്റെ ഓർമ്മകളും. അപ്പൊ ഇവിടെ കിടക്കുമ്പം രാവിലെ അമ്മച്ചി അൽഫോൻസാമ്മ പള്ളിയിൽ പോകുമായിരുന്നു. കുർബാനയ്ക്ക് പള്ളി പോവുകയല്ല. വടക്കേ വെല്ലിച്ചൻ മുറി കൊണ്ടുവന്ന് കുർബാന കൊടുക്കും. അന്നേരം ചെറുശ്ശേരിയിലെ ത്രേസ്യാമ്മ സിസ്റ്ററോ പേരമ്മയോ കുർബാനയ്ക്ക് അപ്പളേ പോകും. ത്രേസ്യാമ്മ സിസ്റ്റർ പോകാൻ നിലത്ത് കിടന്ന് അമ്മച്ചി എടുത്ത് പേരമ്മയുടെ കട്ടിലെ കിടത്തും. അപ്പൊ അൽഫോൻസാമ്മയുടെ ഇപ്പുറത്തെ കട്ടിലെ അമ്മച്ചി കിടന്നു. അപ്പൊ കുർബാനയും കൊണ്ട് വടക്കേലച്ചൻ വരുമ്പോഴോ കിടക്കുള്ളൂ, അല്ല മുട്ടുകുത്തൊന്നുമില്ല, ആരും പറഞ്ഞു തന്നില്ല. അപ്പൊ അൽഫോൻസാമ്മ കിടന്നോണ്ടോ കുർബാന സ്വീകരിക്കുന്നത്? അൽഫോൻസാമ്മ ഏറ്റിരിക്കും. ഓക്കെ. അപ്പം അച്ഛൻ വരുമ്പോൾ അമ്മച്ചി ഏറ്റിരിക്കുകയല്ല, അച്ഛനൊന്നും പറയല്ല, വടക്ക് പറയൊന്നുമില്ല. അമ്മച്ചി അറിയാം. അച്ഛന്റെ വീട് വടക്കേലെ വീട് അമ്മച്ചിയുടെ അമ്മ വീടുമായിട്ട് അടുത്താണ്. അതുകൊണ്ട് അച്ഛനും അമ്മച്ചിയും അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം അങ്ങനെ അച്ഛൻ വന്ന് കുർബാന കൊടുത്തിട്ട് പോകുന്നത് അമ്മച്ചിയുടെ ഓർമ്മയിൽ കിടക്കുന്നുണ്ട്.
അപ്പം നിങ്ങൾ പഠിച്ചിരുന്ന പള്ളിക്കൂടം ഈ അൽഫോൻസാമ്മയുടെ മുറിയുടെ തൊട്ടടുത്ത് കാണുന്ന കെട്ടിടമാണ്. അമ്മച്ചിയുടെ കൂടെ അന്ന് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചൊരു കൂട്ടുകാരി ഇന്ന് ഫണ്ണിങ്ങാനം മഠത്തിൽ സിസ്റ്ററായിട്ടുണ്ട്, സിസ്റ്റർ മേരി കുന്നേമുറിയിൽ. അവർ രണ്ടുപേരും കൂടെ അന്നത്തെ ഓർമ്മകളൊക്കെ പങ്കുവെക്കുന്ന നമുക്ക് ശ്രദ്ധിക്കാം. അന്ന് അവർ പഠിച്ച പള്ളിക്കൂടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അൽഫോൻസാമ്മയുടെ അടക്കിൻ്റെ അന്ന് പള്ളിയുടെ മുൻപിൽ വെച്ച് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തുന്നു. ആ ഗ്രൂപ്പ് ഫോട്ടോയ്ക്കകത്ത് 52ാമത്തെ നമ്പറായിട്ട് കൊച്ചു പെൺകുട്ടിയായിട്ട് നിപ്പുണ്ട് അല്ലേ? ആ ഫോട്ടോയ്ക്കകത്തുണ്ട്. പിന്നെയാണ് മടത്തി വന്ന് ചേരുന്നത് അല്ലേ? കുഞ്ഞു പേര്. നിങ്ങൾ തമ്മിൽ ഇപ്പൊ ഓർമ്മയായ? അയ്യോ എന്തോ ഓർമ്മയെന്ന് വെച്ചാൽ ഇങ്ങനെ മരിക്കുന്നതിന് 90 വയസ്സ് കഴിഞ്ഞപ്പോഴെങ്കിലും എൻ്റെ ഈ വലിയ ഫ്രണ്ടിനെ ഒന്ന് കാണാൻ പറ്റിയതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. നാളെ പോയാലും കാണുകയില്ലായിരുന്നു. ഇവിടെയാണ് പഠിച്ചതല്ലേ? ഈ സ്കൂള്, ഗേൾസ് ഹൈസ്കൂള്. ഈ ചെറുശ്ശേരിയിലെ ത്രേസ്യാമ്മ സിസ്റ്ററിനെ ഓർക്കുന്നില്ലേ? അപ്പൊ ഈ ത്രേസ്യാമ്മ സിസ്റ്റർ അൽഫോൻസാമ്മയുടെ മുറിയിൽ കിടക്കാനായിട്ട് പലപ്പോഴും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, കൂട്ടുകിടക്കാനായിട്ട്. അന്നാണ് അമ്മച്ചി വന്ന് അവിടെ കൂട്ടുകിടക്കാനായിട്ട് കുർബാന സ്വീകരണത്തിന് ഇവിടെ വന്ന് കിടന്ന സംഭവമൊക്കെ വന്നിരിക്കുന്നു. മഠത്തിലില്ല, നിങ്ങൾ വരുന്നത്. ഈ ശരിയെ കാണാനെത്തതാണ് എൻ്റെ ഏറ്റവും സന്തോഷം. ഇവിടെ വന്നതിൽ കാണാൻ എത്ര നാട് കൊതിച്ച് കൊതിച്ചില്ല. ശരി അതുപോലെ തന്നെ ഇരിക്കുന്നു, അതുപോലെ തന്നെ ഇരിക്കുന്നു. ഇതൊക്കെ എത്ര വ്യത്യാസം വന്നു. അൽഫോൻസാമ്മയുടെ മുറിയാണല്ലോ ഇത്. അന്ന് അമ്മച്ചി 6 വയസ്സുള്ളപ്പം കിടന്നപ്പോൾ ഈ കെട്ടില് അൽഫോൻസാമ്മ കിടന്നത് എവിടെയായിരുന്നു അമ്മച്ചി ഓർമ്മിക്കുന്നുണ്ടോ? കട്ടിൽ അവിടെ തന്നെയായിരുന്നു. അപ്പൊ ചെറുശ്ശേരി പേരമ്മ കിടന്നത് ഇവിടെയായിരുന്നു. അമ്മച്ചി എവിടെയാ കിടന്നത്? ഇവിടെ പായിട്ട് കിടക്കുകയായിരുന്നു. അൽഫോൻസാമ്മ അമ്മച്ചിയെ ഒരു സുഹൃദേവം പഠിപ്പിച്ചെന്ന് അമ്മച്ചി പറയുന്നുണ്ടല്ലോ. ആ സുഹൃദേവം എപ്പോഴാ പഠിപ്പിച്ചത് അമ്മച്ചിയെ? ഈ കുർബാന കൈക്കൊള്ളാൻ ഒരുങ്ങി, കുർബാന കൈക്കൊള്ളാനായിട്ട് ഒരുങ്ങി കുറച്ച് ദിവസം ഞങ്ങള് തങ്ങമ്മ വന്ന് അവിടെ ഒരുങ്ങിയല്ലോ. ഒരുങ്ങി അന്നായിരിക്കുമ്പം അൽഫോൻസാമ്മ പറഞ്ഞെന്ന് പഠിപ്പിച്ചു. അത് അൽഫോൻസാമ്മ ഈ മുറിയിൽ കടല കിടന്നോണ്ടാണ് പഠിപ്പിച്ചത്? ഓർക്കുന്നില്ല. ഇടയ്ക്ക് അൽഫോൻസാമ്മയായിട്ട് നടക്കുമായിരുന്നോ? കാഴ്ചമുറി തൊട്ടപ്പുറത്ത് കാഴ്ചമുറി ആയിരുന്നു എന്നാണ് അവിടെ സിസ്റ്റർമാര് പറഞ്ഞ മനസ്സിലാക്കുന്നത്. അപ്പൊ അവിടെ വന്നിട്ട് അൽഫോൻസാമ്മ കസേരയിട്ടിരിക്കുവോ? ഞാനൊന്ന് ഖുർആൻ കേൾക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ അൽഫോൻസാമ്മ അവിടെ നിന്ന് ഇങ്ങനെ അതാ പ്രത്യേകം ഓർക്കുന്നത്. അൽഫോൻസാമ്മ വന്ന് നിലത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് പറഞ്ഞു തരും. അമ്മച്ചിയുടെ ഓർമ്മ കിടക്കുന്ന അൽഫോൻസാമ്മ വന്ന വാതക്കൽ നിലത്ത് ഇങ്ങനെ കുത്തിയിരിക്കുമായിരുന്നു എന്നാണ്. അൽഫോൻസാമ്മ വണ്ണവള സിസ്റ്ററായിരുന്നു, അല്ല മെലിഞ്ഞ സിസ്റ്ററായിരുന്നു. അമ്മച്ചി അൽഫോൻസാമ്മയെ കാണുമ്പോൾ അൽഫ മരിക്കുന്നതിന് ഒരു 3-4 വർഷം മുമ്പാണ് അമ്മച്ചിക്ക് 6 വയസ്സുള്ളപ്പം. അപ്പം നല്ല ക്ഷീണത്തിന്റെ അവസരമാണ്. വെളുത്ത ഉടുപ്പൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. ഓക്കെ. അൽഫോൻസാമ്മ പഠിപ്പിച്ച സുഹൃദേവം ഏതാണ്? കുടിരാൽ വിറയ്ക്കുന്ന ഉണ്ണീശോയെ നിന്നെ ഞാൻ മുത്തുന്നു. ഇത് അമ്മച്ചിയെ മാത്രമേ പഠിപ്പിച്ചുള്ളൂ. അത് മറ്റേ കൊടുത്തി പഠിച്ച തങ്കമേളാമൻ പഠിപ്പിച്ചു. അപ്പൊ തങ്കമേളാമൻ ഇതേ കുറിച്ച് പറയാറുണ്ടായിരുന്നു. നിങ്ങൾ ചൊല്ലാറുണ്ടായിരുന്നു ഇടയ്ക്ക് പലപ്പോഴൊക്കെ? ചെല്ലുന്നുണ്ട്. അവിടെ ഇപ്പൊ ഓർത്തിരിക്കുന്നേ മറക്കുകയല്ല. അങ്ങനെ സുഹൃദയത്തിന്റെ ഓർമ്മ കിടക്കുകയാണ്. അമ്മച്ചി ഇത് വർഷങ്ങളായിട്ട് ഞങ്ങൾ കൊച്ചുങ്ങളായിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അമ്മച്ചിയുടെ വിശേഷമെല്ലാം ഒന്ന് വിശദമായിട്ട് ചോദിക്കണമെന്ന്. അൽഫോൻസാമ്മയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട്
അമ്മച്ചിക്ക് എന്നതാ ഓർമ്മയുള്ളത്? മരിച്ച ദിവസം അമ്മച്ചി സ്കൂളിലുണ്ടായിരുന്നു. മരിച്ചെന്ന് അറിഞ്ഞപ്പം ഞങ്ങളെ സ്കൂള് വിട്ടു. പിറ്റേ ദിവസം അടക്കിന് വന്നു. അപ്പൊ അന്ന് സ്കൂള് വിട്ടിട്ട് വീട്ടിൽ ചെന്നപ്പം ഈ വിശേഷം പറഞ്ഞില്ലേ സിസ്റ്റർ മരിച്ചെന്ന്? ഒരു പുണ്യവതി ഉണ്ടായെന്ന് പറഞ്ഞാണ് പിള്ളേര് വീട്ടിൽ ചെല്ലുന്നത്. അങ്ങനെ വീട്ടിലുള്ളവരൊക്കെ അത് അറിയാനിട വന്നു. പിള്ളേർക്കാണ് അൽഫോൻസാമ്മയെ കുറിച്ച് ഏറ്റവും ബോധ്യം ഉണ്ടായിരുന്നത്. ഈ മിഷൻ ലീഗിന്റെ സ്ഥാപക വ്യക്തികൾ ഒരാളായ പല്ലാട്ടുകുന്നിൽ കുഞ്ഞേട്ടൻ അൽഫോൻസാമ്മയുടെ പക്കലെത്തുമ്പോൾ അൽഫോൻസാമ്മ ചാമ്പങ്ങ പെറുക്കി വെച്ചിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മച്ചി കേട്ടിട്ടുണ്ട് ചാമ്പങ്ങ പറിക്കുമ്പം വേറുള്ളവർക്ക് ഇഷ്ടപ്പെടുകയല്ല. അപ്പം പറഞ്ഞ നിങ്ങൾ പൊക്കോ, ഞാൻ പറക്കി വെച്ചേക്കാം. മഠത്തിലെ ഒരുപക്ഷെ മദറും മറ്റു സിസ്റ്റേഴ്സും ഒക്കെ പിള്ളേർ വന്ന് ചാമ്പയെ കയറുന്നോ എറിയുന്നോ പറിക്കുന്നതൊക്കെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആയിരിക്കും. ആകുമ്പോൾ അൽഫോൻസാമ്മ പിള്ളേരോട് രഹസ്യമായിട്ട് പറഞ്ഞിരുന്നു, ഞാൻ പെറുക്കി വെച്ചേക്കാം, പിന്നെ വരുമ്പോൾ തരാമെന്ന്, അല്ലേ? അപ്പൊ അങ്ങനെ അതാണ് പല്ലാട്ടുകുന്നേ കുഞ്ഞേട്ടനൊക്കെ പറയുന്നത്. ചെന്ന് അൽഫോൻസാമ്മ എടുത്ത് ചെല്ലുമ്പോൾ ജനാലെ കൂടെ കണ്ട് ചാമ്പഞ്ഞ കൊടുക്കുമായിരുന്നെന്ന്. അമ്മച്ചിക്ക് കിട്ടിയിട്ടുണ്ടോ? അമ്മച്ചി ഓർക്കുന്നില്ല. ആമ്പിള്ളേർക്കായിരിക്കും കൊടുക്കുന്നത്. ഏതായാലും പിള്ളേർക്ക് അൽഫോൻസാമ്മയായിട്ട് നല്ല അടുത്ത ബന്ധം ഉണ്ടായിരുന്നുള്ളത് വ്യക്തമാണ് നമുക്ക് ഇതെല്ലാം വെച്ച് ചിന്തിക്കുമ്പോൾ. അങ്ങനെ അൽഫോൻസാമ്മ മരിച്ചപ്പം അന്ന് സ്കൂള് വിട്ടു. അമ്മച്ചി വീട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെ വീട്ടിൽ പറഞ്ഞു ഇങ്ങനെ പുണ്യാളത്തി ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത്. അതെനിക്ക് വന്ന് വല്യമ്മച്ചിയും പിന്നെ അത് പറഞ്ഞ് കേട്ടെന്ന് തോന്നുന്നു. പിള്ളേർ അന്ന് സ്കൂള് വിട്ട് വന്നപ്പോൾ പുണ്യാളത്തി ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞിട്ട്. അമ്മച്ചിയുടെ അനിയത്തി ഒരു മറിയമ്മ ഓർമ്മ പറയുന്നതായിട്ട് പറയുന്നുണ്ട് കൊച്ചാണെങ്കിൽ, അല്ലേ? എന്നിട്ട് അടക്കിന് അമ്മച്ചി കൂടിയായിരുന്നു. അടക്കിന് കൂടി മഠത്തിൽ നിന്ന് പള്ളിക്കലോട്ട് പോയി. അന്ന് വലിയ ആൾക്കൂട്ടമൊന്നും ഇല്ലായിരുന്നാണ്, അല്ലേ? തീരെ ആളില്ലായിരുന്നു. അൽഫോൻസാമ്മയുടെ അപ്പനും ചേട്ടത്തിയും ചേട്ടത്തിയുടെ മകളും ഓർക്കുന്നുള്ളൂ. പിന്നെ 1-2 പേരൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അന്നത്തെ ഫോട്ടോയിൽ കാണുന്ന അങ്ങനെ തന്നെയാണല്ലോ. ഫോട്ടോയിലും വീട്ടുകാരായിട്ട് ഇത്രയും പേരെ കാണുന്നുള്ളൂ. ഈ അൽഫോൻസാമ്മയുടെ ചേട്ടത്തിയുടെ മകള് ഫോട്ടോയിൽ കാണുന്നത് പിന്നെ അമ്മച്ചിയുടെ പഠിക്കാനായിട്ട് സ്കൂളിൽ ഇവിടെ വന്നായിരുന്നു. അവിടെ വന്ന് നിന്ന് പഠിച്ചു. അമ്മച്ചി ഓർക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഓർമ്മിക്കുന്നുണ്ട്. എന്നിട്ട് പള്ളിയിലെ അടക്കിന്റെ കാര്യം തന്നെ അമ്മച്ചി ഓർക്കുന്നത്. റോമുളസിന്റെ പ്രസംഗം വളരെ ഫേമസ് ആണല്ലോ. പുണ്യവതിയാന്ന് പറഞ്ഞ പ്രസംഗിച്ചതിനെ പറ്റി അമ്മച്ചിക്ക് ഓർമ്മ കിടപ്പുണ്ട്. പിന്നെ അത് ആൾക്കാർക്കിടയിൽ ഇതേക്കുറിച്ച് സംസാരം വല്ലതും ഉണ്ടായോ? വേലന്മാരുകുടിയിലെ ഒരു സാറ്, അല്ലേ? പേരോർക്കുന്നില്ല. നല്ല പ്രായമുള്ള ഒരു സാറെന്ന് പറയുന്ന ആള്. അദ്ദേഹം എന്ത് പറയുന്നത് വിശുദ്ധയാണെന്ന് ഇങ്ങനെ പള്ളിമുറ്റത്ത് വെച്ചൊക്കെ ആൾക്കാരോട് പറയുന്ന ഒരു പിള്ളേരായിരിക്കുമ്പം പറയുന്നുണ്ട്. അപ്പം ചേട്ടൻ ഈ സാറ് ഇങ്ങനെ പറഞ്ഞത് അമ്മച്ചിയുടെ ഓർമ്മ പ്രത്യേകമായിട്ട് കിടക്കുന്നുണ്ട്. പതിഞ്ഞു കിടക്കുന്നു. സെമിത്തേരിൽ അടക്കിനും അമ്മച്ചി പോയി. സെമിത്തേരി അടക്ക് കൂടി. പിന്നെ അമ്മച്ചി സെമിത്തേരിയിൽ പോകുമായിരുന്നോ നിങ്ങള്? ഊണ് കഴിയുമ്പോ എല്ലാരും കൂടെ ഓട്ടമാണ്. ഓടിപ്പോയിച്ച് വരാൻ വേണ്ടിയിട്ട്. അന്ന് ഇതുപോലെ ബസ്സും കാര്യമൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല, കുറച്ചേ ഉള്ളു. അപ്പം സെമിത്തേരി പോയിട്ട് എന്നാ ചെയ്യും? പ്രാർത്ഥിക്കുവോ? അപ്പൊ സെമിത്തേരി തുറന്നു കിടക്കുമായിരുന്നു അന്നേരം? കുറച്ച് ദിവസം തുറക്കാതെ പിന്നെ പിള്ളേരെന്നാ പോത്തഞ്ചേട്ടനെ വിജയലേട്ടനെ വിളിച്ച് തുറപ്പിക്കും. പിന്നെ പിള്ളേർ തുറന്നിട്ടേക്കും. ഓക്കെ. ആദ്യം സെമിത്തേരി അടച്ചിട്ടിരിക്കായിരുന്നു അമ്മച്ച ഓർമ്മ. പിന്നെ പിള്ളേരെ എന്ന് കപ്പ്യാരെ ശല്യപ്പെടുത്തിയിട്ട് മിഖായിലേട്ടനെ മാറ്റായിരുന്നു അമ്മച്ച ഓർമ്മ കിടക്കുന്നത്. പിന്നെ ചേട്ടന് തുറന്നിട്ടേക്കുമായിരുന്നു. അപ്പൊ ഇവർക്ക് പോയി പ്രാർത്ഥിക്കാൻ പറ്റും. പിന്നെ ആൾക്ക് തിരി കത്തിച്ചതിനെ കുറിച്ചൊക്കെ പുസ്തകങ്ങൾ പറയുന്നുണ്ടല്ലോ. പിള്ളേർക്ക് തിരി കത്തിക്കാൻ തിരി മേടിക്കാൻ പൈസ ഒന്നുമില്ല. പക്ഷെ കല്ലറയിൽ തിരി കത്തിക്കുന്നുണ്ടായിരുന്ന ആൾക്കാരൊക്കെ. അപ്പൊ ആൾക്കാരും വന്ന് പ്രാർത്ഥിച്ചിട്ടും നമ്മൾ വായിക്കുന്ന പോലെ തന്നെ. അപ്പൊ നിങ്ങള് തിരി അവിടെ പോയി പ്രാർത്ഥിക്കുക. എന്നാ പ്രാർത്ഥിച്ച് ഓർമ്മിക്കുന്നുണ്ടോ? പരീക്ഷ ജയിപ്പിക്കണമെന്നൊക്കെ ആയിരിക്കും. വേറെ വെച്ച് ഓർമ്മിക്കുന്നില്ല. ഈ തിരിയുടെ ബാക്കിയാണ് അമ്മച്ചിയുടെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. ഉരുകിയ കത്തി തീർന്ന മെഴുകുതിരി പിള്ളേരിങ്ങനെ ഉരുട്ടി എടുത്തിട്ട് അതുമായിട്ട് വീട്ടിൽ കൊണ്ടുപോകായിരുന്നു. എന്നിട്ട് എന്നാ കാണിക്കും? അത് മേശവരിപ്പിൽ അത് സൂക്ഷിച്ചു വെക്കും. അൽഫോൻസാമ്മയുടെ ഓർമ്മയ്ക്ക് അമ്മച്ചി അത് വളരെ നല്ല ഓർമ്മയായിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ പിള്ളേർക്ക് കൈ കൊണ്ടുപോകാൻ കിട്ടിയ കാര്യമല്ല. അൽഫോൻസാമ്മയുടെ ഒരു എന്നതാ തിരുശേഷിപ്പ് പോലെ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിരുന്നു. അങ്ങനെയൊക്കെ അൽഫോൻസാമ്മ പഠിപ്പിച്ചതായ സുഹൃദയപം ഒന്നിട്ട് പറഞ്ഞ അമ്മച്ചത് കുളിരാൽ വരയ്ക്കുന്ന ഉണ്ണീശോയെ നിന്നെ ഞാൻ മുത്തുന്നു. അപ്പൊ അമ്മച്ചി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
അമ്മച്ചിയുടെ ഓർമ്മകൾ അമ്മച്ചി ഇങ്ങനെ ഞങ്ങളൊക്കെ കൊച്ചുങ്ങളായിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചി ഇങ്ങനെ അൽഫോൻസാമ്മയുടെ തിരുനാൾ വരുമ്പോഴും പണ്ടങ്ങനത്തെ കാര്യം പറയുമ്പോഴൊക്കെ പറയാറുണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ അതൊന്ന് അമ്മച്ചിയെ കൊണ്ട് ചോദിച്ച് പറയിപ്പിക്കണമെന്ന്. അപ്പോൾ അൽഫോൻസാമ്മ പറയുന്നതായ ആ ഒരു സുഹൃദൈവത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ ചിന്തിക്കുകയായിരുന്നു. കുഞ്ഞു പിള്ളേരോട് അൽഫോൻസാമ്മ പറഞ്ഞു കൊടുത്തത് കുളിരാ വിറയ്ക്കുന്ന ഉണ്ണി ഈശോയെ ഞാൻ നിന്നെ മുത്തുന്നു എന്ന് പറയാനായിട്ടാണ്. അൽഫോൻസാമ്മ സഹനത്തിൻ്റെ പുത്രിയാണെന്നൊക്കെ നമുക്കറിയാം. സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന കാഴ്ച സഭയ്ക്ക് അൽഫോൻസാമ്മ കിട്ടുന്നു. ചിന്തിക്കുമ്പോൾ അൽഫോൻസാമ്മ എങ്ങനെയാണ് സഹനത്തിൽ കൂടെ കടന്നു പോയത് എന്നതിൻ്റെ നല്ലൊരു നേർക്കാഴ്ച അൽഫോൻസാമ്മയുടെ ഈ സുഹൃദൈവത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. അൽഫോൻസാമ്മയുടെ മുറിയുടെ ഫോട്ടോ ഇന്ന് ഭരണങ്ങാനത്തിന്റെ മ്യൂസിയത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ മുറിയുടെ ഫോട്ടോയിൽ അൽഫോൻസാമ്മയുടെ കൊച്ചു മേശപ്പുറത്ത് 3 കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത്. ഒന്ന്, ഒരു ക്രൂശിത രൂപം. മറ്റൊന്ന്, ഈശോയുടെ തിരുമുഖം ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു പഴയ ടൈം പീസ്. മറ്റൊന്ന്, വ്യാകുല മാതാവ് ഈശോയുടെ മൃതദേഹം മടിക്കെടുത്തിരിക്കുന്ന ചിത്രം. അത് ഇന്ന് ഭരണങ്ങാനത്തെ മ്യൂസിയത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഈ 3 കാര്യങ്ങൾ. ഇതിനും പുറമെ ഏതോ ഒരു അച്ഛൻ കൊണ്ടുവന്ന് കൊടുത്തതായിട്ടുള്ള ഈശോയുടെ മുൾമുടി ധരിച്ച രക്തം പുരണ്ട തിരുമുഖം, എച്ചെ ഹോമോ ഇത് പിള്ളത്ത് പറയുമ്പോൾ തിരുമുഖത്തിന്റെ ഒരു ചെറിയ തിരുസ്വരൂപവും കൂടെ അൽഫോൻസാമ്മ പേഴ്സണലായിട്ട് ഉപയോഗിച്ചിരുന്നതായിട്ട് പറഞ്ഞുകൊണ്ട് മ്യൂസിയത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പം ഇത് അൽഫോൻസാമ്മയുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ അൽഫോൻസാമ്മയ്ക്ക് ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ചാണല്ലോ. വ്യക്തിബന്ധം, ഈശോയുള്ള സ്നേഹം, അടുപ്പം, ഈശോയെ നോക്കി ധ്യാനിച്ചുകൊണ്ട്. അപ്പം ആ ഒരു വ്യക്തിബന്ധത്തിന്റെ തലം പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അൽഫോൻസാമ്മ പറഞ്ഞു കൊടുക്കുകയാണ് ഉണ്ണീശോയുമായിട്ട് ബന്ധിപ്പിച്ച്. ഉണ്ണീശോയുടെ സഹനം എന്താണ്? കുളിരുകൊണ്ട് വിറച്ചു. അത് പിള്ളേരോട് സത്യപ്പെടുത്തിയിട്ട് ആ ഉണ്ണീശോയുള്ള സ്നേഹം അത് പ്രകടിപ്പിക്കുക, മൊത്തം കൊടുക്കുക, സുഹൃത്തുമായിട്ട് പ്രാർത്ഥിക്കുക, കുഞ്ഞു കാര്യങ്ങൾ. പക്ഷെ അൽഫോൻസാമ്മ മരിക്കുമ്പോൾ 36 വയസ്സിൽ നമുക്കറിയാം. ആ അവസ്ഥയിൽ അൽഫോൻസാമ്മയുടെ ഉള്ളു മുഴുവനും 33-ാം വയസ്സിൽ ഭീകരമായി സഹിച്ചു മരിച്ച ഈശോയുടെ സഹനങ്ങളിലേക്കാണ്. ആ സഹനത്തെ ഒപ്പിയെടുക്കുന്നതാണ് നമ്മൾ ഈ പറഞ്ഞതായ മുറിയിൽ വെച്ചത് 3 കാര്യങ്ങളും. വാസ്തവം നമ്മുടെ ജീവിതത്തിൽ അൽഫോൻസാമ്മയുടെ പക്കലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അൽഫോൻസാമ്മ ഞങ്ങളുടെ സഹനം മാറ്റാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാതെ അൽഫോൻസാമ്മ സഹനത്തെ എങ്ങനെയാണ് മറികടന്നതെന്ന് നോക്കിയിട്ട് ആ മാതൃക അനുകരിക്കാനും അതിന് ആ മാതൃകയിൽ മുന്നോട്ട് പോകാനുള്ള കരുത്തായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പലപ്പോഴും പറയാറില്ലേ, ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന 2 രീതിയിലാണ്. ഒന്ന്, നമ്മുടെ പ്രശ്നം മാറ്റി തന്നുകൊണ്ട്, പഴയ നിയമത്തിലെ നാമാന്റെ കുഷ്ഠരോഗം മാറ്റി കൊടുത്ത പോലെ. മറ്റത് നമ്മുടെ പ്രശ്ന കാരണമായ വിഷയം സഹനം മാറ്റുന്നില്ല, മറിച്ച് അതിന് മുകളിൽ കടന്നു പോകാൻ കരുത്ത് കൊടുക്കുന്നു. ഈശോ കരുത്ത് നിർത്തി പ്രാർത്ഥിക്കുമ്പം കുരിശ് പാനപാത്രം മാറ്റണമെന്ന് പ്രാർത്ഥിച്ചു, പക്ഷെ മാറ്റി കൊടുത്തില്ല, ശക്തി കൊടുത്തു അതിനെ സ്വീകരിക്കാൻ. പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്തോസ് 12 ഏഴെട്ടൊക്കെ വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. സാത്താന്റെ മുള്ളു മാറ്റി കൊടുക്കാനായിട്ട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, പക്ഷെ മാറ്റി കൊടുക്കുകയല്ല, അത് കൃപ കൊണ്ട് മറികടക്കാൻ ശക്തി കൊടുക്കുന്നു. ആ ശക്തി കിട്ടിയത് കൊണ്ട് ഇനി ആ ബലഹീനത്തെ കുറിച്ച് പരാതിപ്പെടരുന്ന അപ്പോസ്തലൻ പറഞ്ഞ് കാണാനായിട്ട് പറ്റും. ഈശോയുമായുള്ള വ്യക്തിബന്ധത്തിൽ നിന്നും ശക്തിയെടുത്ത് നമ്മുടെ ജീവിതത്തിലെ നിരവധിയായ ചെറുതും വലുതുമായ സഹനങ്ങളെ മറികടക്കണം എന്നൊരു പാഠമല്ലേ അൽഫോൻസാമ്മ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈശോയുമായുള്ള വ്യക്തിബന്ധം അപ്പോസ്തലന്മാരെ വിളിക്കുമ്പോൾ മർക്കോസ് 3:13-14 തന്നോട് കൂടെ ആയിരിക്കാൻ അടുത്തേക്കല്ലേ വിളിക്കുന്നത്. ലൂക്ക 10-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ പാദങ്ങൾ ഇരുന്ന ബേഥനിയായിലെ മറിയത്തിന്റെ കാര്യം മർത്തായോട് തിരുത്തി കൊടുക്കൊണ്ട് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, ആ നല്ല ഭാഗം മേരി തെരഞ്ഞെടുത്തു, അത് ഈശോയുടെ പാദങ്ങൾ ഇത് വയർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ അൽഫോൻസാമ്മയ്ക്ക് ആ ഒരു നല്ല ഏക കാര്യം സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു. ഹെബ്രായ ലേഖനത്തിന്റെ ആദ്യ വാക്യം വായിക്കുന്നില്ലേ, നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും നായകനുമായ യേശുവിനെ മുന്നേ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടാൻ, നമ്മുടെ സഹനങ്ങളിലൂടെ കടന്നു പോകാൻ. അവൻ തന്നെ എതിർത്ത് പാപികൾ എന്തുമാത്രം സഹിച്ചെന്ന് ചിന്തിക്കുവിൻ എന്ന് പറഞ്ഞ പഠിപ്പിക്കുക ഈശോയെ നോക്കാൻ. പൗലോസ് അപ്പോസ്തലനും 1 കൊരിന്തോസിന്റെ 1-ാം അധ്യായത്തില് ക്രൂശിതനായ ഈശോയെ കുറിച്ചാണ് ഞാൻ പ്രഘോഷിക്കുന്നത് എടുത്ത് പറയുന്നുണ്ട്. 2-ാം ഭാഗത്തെ അപ്പോസ്തലൻ പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിനെ കുറിച്ച് അല്ലാതെ, അതും ക്രൂശിതനായതിനെ കുറിച്ച് അല്ലാതെ വേറെ ഒന്നിനെ കുറിച്ച് അറിയേണ്ടില്ലെന്ന് തീരുമാനിച്ചു. അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ ക്രൂശിതനായ, സഹിക്കുന്ന, വേദനിക്കുന്ന, സ്നേഹത്താൽ നമുക്ക് വേണ്ടി വേദന ഏറ്റെടുത്ത ദൈവത്തോട് ഈശോയുടെ വലിയ സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു. ആ സ്നേഹത്തിന്റെ കരുത്തിൽ അൽഫോൻസാമ്മ തൻ്റെ ജീവിതത്തിലെ സകല സഹനങ്ങളെ മറികടന്ന് വിജയിച്ച് മുന്നേറിയത്. ആ ഒരു വലിയ പാഠമാണ് അൽഫോൻസാമ്മയ്ക്ക് അവസരം കിട്ടിയപ്പം ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്കെല്ലാം പറഞ്ഞു കൊടുത്തത്. അമ്മച്ചി അന്ന് 6 വയസ്സുകാരിയായിരുന്നു, ഇന്നിപ്പോൾ 90 വയസ്സുകാരിയായിട്ട് അമ്മച്ചി ഇരിക്കുമ്പോഴും ഇപ്പോഴും ആ സുഹൃദൈവത്തിൻ്റെ ഓർമ്മ അമ്മച്ചിയുടെ ഉള്ളിലുണ്ട്.
നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് അൽഫോൻസാമ്മ അന്ന് പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തതും യുവതി പ്രാവർത്തികമാക്കിയതുമായ ഈ ഒരു ഈശോയുടെ വ്യക്തി സ്നേഹത്തിൻ്റെ വ്യക്തിബന്ധത്തിൻ്റെ ആ ബന്ധത്തിൽ നിന്ന് ശക്തി കിടക്കാൻ, ക്രൂശിതനായ ഈശോയ്ക്ക് ശക്തി കിടക്കണം. കൃപ നമുക്ക് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.